മച്ചാമരെ അൾട്ടോ 800 വണ്ടിയാണ് ഇതുള്ളത് കേട്ടോ. അപ്പോൾ ഇതിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ പാസ് അടിക്കാൻ പറ്റണില്ല എന്നുള്ളൊരു പ്രശ്നമായിട്ട് വന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതൊക്കെ അയച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വരുന്നത്, നമ്മൾ സാധാ കമ്പനി കൊടുക്കുന്ന ബൾബ് 55-60 വാട്ട്സ് ആയിരിക്കും. അത് മാറ്റിയിട്ട് 100, 90, 100, 120 ഇടും. അത് ഇടണോണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അത് റിലേ കിറ്റ് വഴിയല്ലാതെ ഇട്ട് കഴിഞ്ഞാൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളാട്ടോ. അതായത് ഹെഡ്ലൈറ്റ് ഓൺ ആകാത്ത പ്രശ്നം വരും, ഡിമ്മും ബ്രൈറ്റ് അടിക്കാത്ത പ്രശ്നം വരും, പാസ് കിട്ടാത്ത പ്രശ്നം വരും. അത് സംഭവിക്കണം എന്താ വെച്ചാൽ ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ ലാച്ച് വരിക, ഹെഡ്ലൈറ്റിൻ്റെ ലാച്ച് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഈ ബോക്സിൻ്റെ ഉള്ളിലായിട്ടാണ് കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ വരിക. അത് കോണ്ടാക്റ്റ് കട്ടാവണതും ചൂടായിട്ട് ഉരുകി പിടിച്ചിട്ടും, ഇത് പ്ലാസ്റ്റിക്കാണ് മൊത്തത്തിൽ, അതിൻ്റെ അകത്ത് കോണ്ടാക്റ്റ് ചൂടായിട്ട് ഉരുകി പിടിച്ച് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ് വരിക. അപ്പോൾ LED ഇടുകയാണെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരില്ല. ഇതിന്മേലാണ് ഫുൾ കൺട്രോളിങ് ഹെഡ്ലൈറ്റിൻ്റെയും വൈപ്പറിൻ്റെ ഒക്കെ വരിക. അപ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗം ഈ പറഞ്ഞ പോലെ ചൂടായി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓണാക്കിയാൽ കോണ്ടാക്റ്റ് കിട്ടാത്ത പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഹെഡ്ലൈറ്റ് പവർ കൂട്ടി ചെയ്യുന്ന ആൾക്കാർ മാക്സിമം റിലേ കിറ്റ് ഇട്ടുകൊണ്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ LED ഇടണമെങ്കിൽ എത്ര വാട്ട്സ് വേണമെങ്കിലും ഇടാം, അതിന് റിലേ കിറ്റിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ അത് നമുക്ക് സർവീസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന സംഗതികൾ തന്നെയാണ്. പെട്ടെന്ന് റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. വളരെ പിന്നെ കയ്യിൽ നിന്ന് പോയ സംഗതികൾ മാത്രമേ മാറ്റേണ്ട ഒരു അവസ്ഥ വരുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇതാണ് ലാച്ച് വരുന്നത്. ഇതിപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് ഫുള്ള് സെറ്റാക്കിയാണ്. ഇത് ചെയ്തതിൻ്റെ ശേഷമുള്ള അവസ്ഥ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം മച്ചന്മാരെ. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റെയറിങ്ങും കാര്യങ്ങളൊക്കെ കുടുക്കി, ലാച്ചൊക്കെ കുടുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ പാർക്ക് ഓണായിട്ടുണ്ട്. മാത്രമല്ല ഹെഡ്ലൈറ്റ്, ബ്രൈറ്റ്, പാസ് എല്ലാ സംഗതി ഇപ്പോൾ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ആദ്യം ഇതേപോലെ പാസ് ഇല്ലാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പാസ് ഫുള്ള് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏത് വണ്ടിയിലാണെങ്കിലും ഇതേപോലത്തെ പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ ഒന്ന് ശരിയാക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, നമ്മൾ ചാനലൊന്ന് ഫോളോ ചെയ്താൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇതുപോലത്തെ വീഡിയോസ് ഇനിയും നമ്മളെ ചാനലിലുണ്ടാവും, കയറി വിസിറ്റ് ചെയ്യുക.